രചന മഴവില്ല് ഭാഗം 5. അന്ന് വർഷയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമായിരുന്നു. മമ്മി, എനിക്ക് ഷാനുവിനെ കാണണം. നമുക്ക് സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് വരാം. അയ്യോ മോളെ, ഡാഡി കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ഡാഡിയുടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. അയാൾ പറഞ്ഞത് ഷാനുവിൻ്റെ കാലിന് ചതവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ. നെറ്റിയിൽ ചെറിയൊരു മുറിവും. കാലൊടിഞ്ഞു എന്നൊക്കെ ആരോ കള്ളത്തരം പറഞ്ഞതാ. അപ്പോൾ ഡാഡി അവിടെ പോയെന്നും ഷാനുവിൻ്റെ പപ്പായായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞതോ? മോളെ, നീ എന്ന് ഭയങ്കര ബഹളമല്ലായിരുന്നോ? നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. വർഷയ്ക്കാകെ സങ്കടമായി. ഇനി എന്തു ചെയ്യും? എങ്ങനെ ഷാനുവിനെ ഒന്ന് കാണും? വീട്ടിൽ ചെന്നതിന് ശേഷവും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. വർഷയുടെ ഡാഡി അവളുടെ കോളേജിലേക്ക് വിളിച്ച് അവളുടെ ലീവ് നീട്ടിക്കിട്ടിയിരുന്നു. അവൾ ഏത് സമയവും ഷാനുവിനെക്കുറിച്ചുള്ള ചിന്തയിലാണ്. എന്താ മോളെ നീ ഇങ്ങനെ? വർഷയുടെ ഡാഡിയും അമ്മയും ചോദിച്ചു കൊണ്ടേയിരുന്നു. മമ്മി, എനിക്കൊന്ന് ഷാനുവിൻ്റെ വീട് വരെ പോകണം. ഡാഡി ഇന്ന് ഷാനുവിനെക്കുറിച്ച് അന്വേഷിച്ച് വരാമെന്നല്ലേ പറഞ്ഞതാ. അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആരോ ഡാഡിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നല്ലേ പറഞ്ഞത്. വർഷ ഡാഡി വരുന്നതും കാത്ത് ഉമ്മറത്ത് തന്നെയിരുന്നു. ഡാഡി വന്നതേ അവൾ ചോദിച്ചു. ഷാനുവിൻ്റെ വിവരം അറിഞ്ഞോ? അവൻ സുഖമായിരിക്കുന്നു? പറയാം മോളെ, അകത്തേക്ക് വാ. ഡാഡിയുടെ മുഖം വല്ലാണ്ടായിരുന്നു. അവൾക്ക് എന്തോ അപകടം മണത്തു. മോളെ, അവൻ്റെ പപ്പ അവനെ സൗദിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ്റെ കല്യാണമാണെന്നാണ് കേട്ടത്. വർഷയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. തന്നോടൊരു വാക്കുപോലും പറയാതെ അവൻ പോവില്ല. അവൾ തൻ്റെ റൂമിൽ കയറി വാതിലടച്ചു. മതിവരുവോളം അവൾ കരഞ്ഞു, തൻ്റെ വിഷമം തീരുന്നതുവരെ. അവൾ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു നോക്കി. ആരും ഫോൺ എടുത്തില്ല. ഇനി താൻ എന്ത് ചെയ്യും? ഒടുവിൽ അവൾ മീനുവിനെ വിളിക്കാൻ തീരുമാനിച്ചു. അവളാകുമ്പോൾ തൻ്റെയും ഷാനുവിൻ്റെയും കൂട്ടുകാരിയാണ്. ഹലോ മീനു, ഞാൻ വർഷയാ. ഷാനുവിൻ്റെ കല്യാണം കഴിഞ്ഞോ? അവനെന്നാ സൗദിയിലേക്ക് പോയത്? എങ്ങനെ തോന്നി വേറൊരാളെ കല്യാണം കഴിക്കാൻ? അപ്പോൾ എല്ലാം അഭിനയമായിരുന്നു അല്ലേ? നീയും അതിന് കൂട്ടുനിന്നല്ലോ മീനു. വർഷ കരയുകയായിരുന്നു. മീനുവിന് എന്തു പറയണമെന്നറിയില്ല. അവൾക്കും കരച്ചിൽ വരുന്നുണ്ട്. നീ എന്തിനാ കരയുന്നത്? നഷ്ടം എനിക്കല്ലേ. അവൻ സുഖമായി ജീവിക്കട്ടെ. വർഷേ, ഷാനു കല്യാണം കഴിച്ചാൽ അത് നിന്നെ മാത്രമായിരിക്കും. ഷാനു പോയി, സൗദിയിലല്ല, അതിലും ദൂരെയാണ്. ഒരുപാട് ഒരുപാട് ദൂരെ. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. വർഷ അത് കേട്ട് തരിച്ചു നിൽക്കുകയാണ്. എന്താ നീ പറഞ്ഞേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എവിടെ പോയെന്നാ? അവന് വർഷയെ കാണണ്ടേ? ഞാനും അവൻ്റെ കൂടെ ചെല്ലണ്ടേ? അവൻ തനിച്ചു പോയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയാ വർഷയെ ചോദിക്കുന്നത്? എനിക്കാണൊന്നും മനസ്സിലാവാത്തത്. വർഷ ഫോൺ വെച്ചു. അവൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മീനു ചിന്തിച്ചു. അതെന്താ അങ്ങനെയൊക്കെ അവൾ സംസാരിച്ചത്? വർഷ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വളരെ സന്തോഷവതിയായിരുന്നു. മമ്മിയുടെയും ഡാഡിയുടെയും മുമ്പിൽ അവൾ ചിരിച്ച് കളിച്ചു. അവൾ ആൽബത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഷാനുവിൻ്റെ ഫോട്ടോ പുറത്തെടുത്തു. തുടരും.